Good morning. ഒരു മിനിറ്റെങ്ങാനും വായിക്കാൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് പറഞ്ഞത് ചിലപ്പോ ഒന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കും. അപ്പൊ ആ ക്ലാസ്സിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ചിലപ്പോ ഒരു മിനിറ്റൊക്കെ ചിലപ്പോ വൈകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ ആ സമയം പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അല്ലാതായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ നമ്മൾ ആ കറക്റ്റ് സമയത്തിന് എത്തും. ചിലപ്പോ എങ്ങാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെന്റൻസ് കംപ്ലീറ്റ് ആവാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഓക്കെ, വെരി ഗുഡ്. ഡെവലപ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ വരെ എടുത്തു ആ പാരഗ്രാഫ്. ഇനി ഹെൽത്ത് സെനാരിയോ അല്ലേ നമുക്ക് എടുക്കണ്ടേ? ആണോ? അതെ അതെ, യെസ്. നമ്മള് ഇത് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ HL പഠിച്ചതാണ് അല്ലെ. HL ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ച കുറെ കാര്യങ്ങൾ ഡേറ്റുകളൊക്കെയാണ് വന്നത്. ആ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി നോക്കിയേ, ഹെൽത്ത് സെനാരിയോ, ആരോഗ്യ രംഗം. ഹെൽത്ത് സെനാരിയോ, ആരോഗ്യ രംഗം. Over the past decades, healthcare services available in India have risen significantly. കഴിഞ്ഞ ദശകങ്ങളില് ഇന്ത്യയില് ആരോഗ്യ സേവനങ്ങൾ ഹെൽത്ത് സർവീസ് എന്ത് ചെയ്തു? റൈസ് ചെയ്തു, ഉയർന്നു. കഴിഞ്ഞ ദശകങ്ങളായിട്ട് ഇന്ത്യയില് ഹെൽത്ത് കെയർ സർവീസ് ഉയർന്നു. ആരോഗ്യ സേവനങ്ങള് ഗണ്യമായി ഉയർന്നു. The doctor to population ratio in India is 1:2148. റേഷ്യോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ, അതായത് 2148 പോപ്പുലേഷൻ ഒരു ഡോക്ടർ. ഇതാണ് ആ റേഷ്യോ പറഞ്ഞേക്കുന്നത്. Doctor to population ratio in India is 1:2148. The infant mortality rate. Infant mortality rate എന്താ? Infant mortality rate ശിശു മരണ നിരക്ക് അതെങ്ങനെയാ? Rate is 64 per 1000 live births. 1000 live birthsകളില് എത്രയായിരുന്നു? 64 ആയിരുന്നു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ശിശു മരണ നിരക്ക് 1000 live birthsകളില് എന്താണ്? 64, 64 എന്നുള്ള റേറ്റ് ആയിരുന്നു ശിശു മരണ നിരക്ക്. The overall mortality rate has declined. ഓവറോൾ മൊത്തത്തിലുള്ള, അപ്പൊ നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ കാര്യം പറഞ്ഞു. ശിശു മരണ നിരക്ക് 1000 live birthsകളില് എത്രയാണ്? 64 എന്നുള്ളതായിരിക്കും. ഇനി എന്നാൽ ഓവറോൾ മൊത്തത്തിലുള്ള നമ്മൾ മരണനിരക്ക് എടുക്കുകയാണെങ്കിൽ ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. മൊത്തത്തില് മരണനിരക്ക് എടുക്കുകയാണെങ്കിൽ കുറഞ്ഞു എന്നാ പറയുന്നത്. ഫ്രോം എത്ര? 27.4 in 1991 to 8 per 1000 population in 2002. അതായത് 1991 27.4 എന്നതില് 2000 ആയപ്പോഴത്തേക്കും എത്രയായി? 8 ആയത്. അപ്പൊ ആ ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. മനസ്സിലായോ? 1991 ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് 24.74 എന്നായിരുന്നു. 27.4 27.4 എന്നതായിരുന്നു. അത് എത്രയായി? 2002 ആയപ്പോഴേക്കും 2002 ആയപ്പോഴേക്കും പോപ്പുലേഷനില് എത്രയായി? 8 എന്നതായി. 27.4 എന്നുള്ളത് 8 കുറഞ്ഞു എന്നാ പറഞ്ഞത് അല്ലെ. 8 എന്നുള്ളതിലേക്ക് 8 ആയി കുറഞ്ഞു. And life expectancy at birth has increased from 37.2 years to 60.6 years over the same time period. അതേ സമയത്ത് തന്നെ നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ ആയുർദൈർഘ്യം, ജനന സമയത്ത് ആയുർദൈർഘ്യം, ആയുസ് എത്ര? അറ്റ് ബർത്ത് ഹാസ് ഇൻക്രീസ്ഡ്, അത് കൂടി. ഫ്രം 37.2 എന്നുള്ളതില് 37.2 ഇയേഴ്സ് എന്നുള്ളത് എത്രയായി? 60.6 എന്നുള്ളതായി ആ സെയിം പീരീഡില്.
അവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ 1:2148. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് എത്രയായി? 64/1000 ബർത്തുകൾ 64 എന്നുള്ളതായി. എന്നാൽ ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് അവിടെ കുറഞ്ഞു എന്നാ പറഞ്ഞേക്കുന്നത്. 1991 27.4 എന്നുള്ളത് 2002 ആയപ്പോഴത്തേക്കും എത്രയായി? 8 കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ആയുർദൈർഘ്യം എത്രയായി? കുറഞ്ഞു. 37.2 എന്നുള്ളതിൽ നിന്ന് കൂടി. ഈ ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്തു? അവിടെ നമുക്ക് 27.4 എന്നുള്ളത് 8 ആയി കുറഞ്ഞു. ഓക്കെ, അത് കുറഞ്ഞു. ഇനി എന്താണ്? നമ്മുടെ ആയുർദൈർഘ്യം എത്രയായി? 37.2 നിന്ന് 60.6 60.6 ഇയേഴ്സ് എന്നുള്ളതായി കൂടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കഥ. സിൻസ് ഇൻഡിപെൻഡൻസ്, ഇനി നമ്മൾ ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും, അതായത് സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം plentiful progress has been attained in the promotion of the health in India. ധാരാളം പ്രോഗ്രസ് ഉണ്ടായി. ഹെൽത്ത് ഇൻ ഇന്ത്യ, നമുക്ക് ഇന്ത്യയിലെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ധാരാളം പുരോഗതികളും പ്രോഗ്രസ് വന്നു. എന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, സിൻസ് ദ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്ക് നമുക്ക് plentiful progress has been attained in the promotion of health in India. ഇന്ത്യയിലെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ധാരാളം പ്രോഗ്രസ് ഉണ്ടായി, ധാരാളം പുരോഗതികൾ കൈവരിച്ചു. നോക്കിയേ, അവിടെ സ്മോൾ പോക്സ് has been eliminated. അവിടെ സ്മോൾ പോക്സ് ഇല്ലാതെയായി, has been eliminated. And mortality from cholera and other related disease has increased. നമുക്ക് സ്മോൾ പോക്സ് ഇല്ലാതായി. അതായത് അവിടെ എന്താ പറഞ്ഞത്? ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയില് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് കുറെ പുരോഗതി വന്നു. ആ ഹെൽത്ത് രംഗത്ത്, ആരോഗ്യ രംഗത്ത് നമുക്ക് കുറച്ച് പുരോഗതികൾ വന്നു. അതിന്റെ ആ പുരോഗതിയുടെ ഭാഗമായിട്ട് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞത് ഇല്ലാതെയായി, എലിമിനേറ്റഡ്, ഇല്ലാതെയായി. അതുപോലെ തന്നെ mortality from the cholera and other related disease, cholera, മറ്റുള്ള രോഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള മരണനിരക്കും കുറഞ്ഞു. ആ ഹെൽത്തിൽ ഇംപ്രൂവ്മെന്റ് വന്നില്ലേ? അപ്പൊ നമുക്ക് സ്മോൾ പോക്സ് ഇല്ലാതെയായി, കോളറ, മറ്റുള്ള രോഗങ്ങൾ ഇതെല്ലാം കുറഞ്ഞു. എന്നാൽ എപ്പിസോഡ് ഓഫ് കോളറ കണ്ടിന്യൂ ടു റിമൈൻ. എന്നാൽ എന്താണ് കോളറ എന്ന് പറഞ്ഞ ഒരു സംഭവം പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നുള്ള മോർട്ടാലിറ്റി കുറഞ്ഞു എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻസിഡൻസ് ഓഫ് ട്യൂബർകുലോസിസ് നോട്ട് മിനിമൽ. എന്നാൽ അത് അതിന് കുറവല്ലാന്ന്. കോളറ എന്ന് പറഞ്ഞ ഒരു പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ രോഗവും TB, ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ സംഭവവും അത്രയും കുറവല്ല. ഇസ് നോട്ട് മിനിമൽ, അത്രയും കുറഞ്ഞതല്ല. അതുണ്ട്, പക്ഷെ മോർട്ടാലിറ്റി അവിടെ കുറഞ്ഞിട്ടുണ്ട്. The situation concerning public sanitation, preventive health care, control of communicable diseases, and then health education needs to be enhanced. ആ ഒരു സാഹചര്യത്തില് പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ കൺസേണിംഗ് ദ പബ്ലിക് സാനിറ്റേഷൻ, പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻ, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, രോഗങ്ങളൊക്കെ വരാതെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണം, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകരുന്ന രോഗങ്ങൾ അല്ലെ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നിവ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ പകരുന്നതൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതിന്റെ നിയന്ത്രണം. And the health education needs, health education ആവശ്യങ്ങൾ ഇതെല്ലാം ഇതിൽ മെച്ചപ്പെട്ടു, എൻഹാൻസ്ഡ്. ആ ഒരു സിറ്റുവേഷനില് നമ്മൾ പബ്ലിക് സാനിറ്റേഷൻ മെച്ചപ്പെട്ടു. കണ്ടോ, പബ്ലിക് സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യം അത് മെച്ചപ്പെട്ടു. ഹെൽത്ത് കെയർ, പ്രതിരോധ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടു. കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കൺട്രോൾ, നിയന്ത്രണം അത് മെച്ചപ്പെട്ടു. ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ്
എന്നാലും എന്ത് ചെയ്തു എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുക. അതൊക്കെ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തില്. മനസ്സിലായി? needs to be enhanced, മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതായത് എങ്ങനെയാ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് കോളറയും അതുപോലെ ട്യൂബർകുലോസിസും അത്രയും കുറവല്ല എന്ന് പറഞ്ഞില്ലേ? ആ ഒരു സാഹചര്യങ്ങളില് ഇങ്ങനെയുള്ള പബ്ലിക് സാനിറ്റേഷൻ, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ്, ഇതെല്ലാം എല്ലാവരും എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇനി അതുപോലെ നോക്കിയേ, in addition to the disease of poverty and malnutrition, non-communicable diseases related to urbanization such as diabetes mellitus, hypertension, cardiovascular diseases and cancer are a cause of concern. Okay. അപ്പൊ ഈ ഒരു രോഗങ്ങൾക്ക് പുറമെ in addition to the diseases, ഈ രോഗങ്ങൾക്ക് പുറമെ അതിന് പുറമെ ഇതിന്റെ ഒപ്പം തന്നെ പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം. ആൻഡ് മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. എന്തുമായിട്ട്? ഈ പോവർട്ടി ആൻഡ് മാൽന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങള്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് റിലേറ്റഡ് ടു അർബനൈസേഷൻ, നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അത് സച്ചാസ് ഏതൊക്കെയാണ്? ഡയബറ്റിക് മെലിറ്റസ്, ഹൈപ്പർടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ ആർ കോസ് ഓഫ് കൺസേൺ. ഇതെല്ലാവരും എന്താണ്? എന്നിവയൊക്കെ നമ്മള് ആ ഒരു ആശങ്കാജനകമാണ്. എന്നീ കാര്യങ്ങൾ, എന്നീ രോഗങ്ങളെല്ലാം അതിന്റെ ഒപ്പം തന്നെ ഈ രോഗങ്ങളെല്ലാവരും എന്താ? ദാരിദ്ര്യവും മൂലം, പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് റിലേറ്റഡ് ടു അർബനൈസേഷൻ, അർബനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഡയബറ്റിസ് മെലിറ്റസ്, ഹൈപ്പർടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ, ഇതെല്ലാം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ട്രാഫിക് ആക്സിഡന്റ്സ്, ജെറിയാട്രിക് പ്രോബ്ലംസ് ആൻഡ് ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? വയോജനങ്ങൾ. വയോജനങ്ങള്, റോഡ് ട്രാഫിക് ആക്സിഡന്റുകള്, ജെറിയാട്രിക് പ്രോബ്ലം, വാർദ്ധക്യ, വയോജനങ്ങള്, പ്രായമായവര്, അവരുടെ പ്രശ്നങ്ങള്, ആൻഡ് കോംപ്ലിക്കേഷൻ ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം ആർ ഓൾസോ ഓൺ റൈസ്. ഇതെല്ലാം വർദ്ധിച്ചു വരികയാണ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ് കൂടുതലല്ലേ? അല്ലേ? റോഡ് ട്രാഫിക് ആക്സിഡന്റ്സ്, ജെറിയാട്രിക് പ്രോബ്ലംസ്, വാർദ്ധക്യപരമായിട്ടുണ്ടാകുന്ന രോഗങ്ങള്, പ്രശ്നങ്ങള്, അതുപോലെ തന്നെ എയ്ഡ്സിന്റെ നോക്കുക, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതൊന്ന് അനലൈസ് ചെയ്യുക. ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നിവ വർദ്ധിച്ചു വരികയാണ്. Hospital, dispensaries, public health centers and other medical facilities are present. They are not enough to sustain the growing needs of the Indian significant population. ഇവിടെ എന്താ സംഭവിച്ചത്? ഹോസ്പിറ്റലുകൾ ഉണ്ട്, നമുക്ക് ഡിസ്പെൻസറീസ് ഉണ്ട്, അല്ലെ? ക്ലിനിക്കുകള്, അതൊക്കെ ഔഷധശാലകള്, ഡിസ്പെൻസറി, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, അതുപോലെ തന്നെ അതർ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് നിലവിലുണ്ടെങ്കിലും എന്താ പറഞ്ഞേക്കണേ? നമ്മുടെ പോപ്പുലേഷന്റെ ആവശ്യകതകള്, അതിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങള്, അതിനെ നിലനിർത്താൻ അത് മതിയാവുന്നില്ല. കണ്ടോ? ജനസംഖ്യയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിലനിർത്താൻ അത് അപര്യാപ്തമല്ല. കണ്ടോ? Hospitals, dispensary, public health centers, and the other medical facilities are present. They are not enough. To sustain the growing needs of the Indian significant population. ഇന്ത്യയിലെ നമ്മുടെ പോപ്പുലേഷനിലെ ഈ ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ആ ജനസംഖ്യയുടെ ആവശ്യങ്ങള്, നിറവേറ്റാൻ അവ പര്യാപ്തമല്ല. Furthermore, rural access to quality medical services has to be refined. അതായത് ഗുണനിലവാര
നിലവാരമുള്ള ഒരു മെഡിക്കൽ സർവീസിലേക്കുള്ള ഗ്രാമീണ പ്രവേശനം റൂറൽ അസസ് അത് പരിഷ്കരിക്കണം. Rural access to the quality medical service. ആ നല്ല ഗുണനിലവാരമുള്ള മെഡിക്കൽ സേവനത്തിലേക്കുള്ള അസസ്, റൂറൽ അസസ്, ഗ്രാമീണ മേഖലയുടെ പ്രവേശനം ചെയ്യണമെന്ന് വെച്ചാൽ പരിഷ്കരിക്കണം. അതായത് റൂറൽ ഏരിയയിലുള്ളവർക്കും എന്താണ് നല്ലൊരു ഗുണനിലവാരമുള്ള മെഡിക്കൽ സർവീസ് കൊടുക്കണം. അപ്പൊ റൂറലിനെയും കൂടി എന്ത് ചെയ്യണം, ആ ക്വാളിറ്റി മെഡിക്കൽ സർവീസിലേക്കുള്ള പ്രവേശനം അതിനെ പരിഷ്കരിക്കണം. The deficient manpower of doctors in public sector hospital is also a concern for health authorities. പിന്നെ അടുത്തൊരു കാര്യമാണ് deficient manpower of doctors in public sectors. അല്ലെ, നമ്മുടെ പൊതുമേഖലയില് നമുക്ക് എന്താണ് ആവശ്യത്തിനുള്ള ഡോക്ടർമാരുടെ കുറവ്, മാൻപവർ കുറവ്, മാൻപവർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ചെന്നാൽ ചിലപ്പോ ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടാവുന്നില്ല. ചിലപ്പോ ഒരു ഡോക്ടർ തന്നെയായിരിക്കണം യുപിയില് നമ്മള് ഒപിയിലൊക്കെ ചെല്ലുമ്പോ അറിയാം അല്ലെ. പൊതുവെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ അവിടെ ഒരു വലിയ ക്യൂ ഉണ്ടാവും. അപ്പൊ ഡോക്ടർ നമ്മളെ, എനിക്ക് അനുഭവം ഉള്ളതാട്ടോ, ഞാൻ ഒരു പ്രാവശ്യം ഹസ്ബൻഡിനെ കൊണ്ട് പോയി ഞാൻ പറയണേ, നിങ്ങൾ പോയി അങ്ങനെ ക്യൂ ഒരുപാട് നേരം നിന്നിട്ടുണ്ടാവും. അപ്പൊ എന്താ പറയാ, ചിലപ്പോ നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് എത്താറാവുകയായിരിക്കും, അവിടെ ഒരു എമർജൻസി വരുമ്പോ ഡോക്ടർ അങ്ങോട്ടേക്ക് പോകും. അവിടെ നോക്കാൻ ഡോക്ടർ ഇല്ല, ആ ഒരു ഡോക്ടർ തന്നെ ഒപിയിലുള്ളവരെ നോക്കണം, എന്തെങ്കിലും എമർജൻസി കേസ് വന്നാലും അവിടെ നോക്കണം. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഡോക്ടർ എനിക്ക് അങ്ങോട്ട് പോകും. പിന്നെ അതിന്റെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ബാക്കിയിലുള്ള ഒപിയിലുള്ള പേഷ്യന്റിനെ നോക്കാൻ പറ്റില്ല. അപ്പത്തേക്ക് പിന്നെയും ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക, തിരക്ക് കൂടും. അതൊരു വലിയൊരു പ്രശ്നമാണ് പറഞ്ഞേക്കണേ. കണ്ടോ, പബ്ലിക് സെക്ടേഴ്സ് ഹോസ്പിറ്റലുകളിലുള്ള ഡോക്ടറിന്റെ മാൻപവർ, ഡെഫിഷ്യന്റ് മാൻപവർ കുറവ്. അതെന്താണ് നമ്മുടെ ഹെൽത്ത് അതോറിറ്റീസിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ furthermore, ഇതിലുപരിയായിട്ട് the infrastructure required in the hospitals like medicine, furniture and equipment are not sufficient to serve the population. ആ പോപ്പുലേഷനെ സർവ് ചെയ്യാനായിട്ട് അത് മതിയാവുന്നില്ല എന്ന്. പിന്നെ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങള് പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസിലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പോ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളിലെ അത് ചിലപ്പോ മെഡിസിൻസ് ചിലപ്പോ കുറവ്, അല്ലെങ്കിൽ ഫർണിച്ചർ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ്, ഇതൊക്കെ നമ്മുടെ പോപ്പുലേഷനെ സർവ് ചെയ്യാൻ മതിയാവുന്നില്ല. ശരിയല്ലേ? ചിലപ്പോ ചില മരുന്നുകളൊന്നും ഉണ്ടാവുന്നില്ല, അപ്പൊ പുറത്തേക്ക് എഴുതും. അതൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങള്, മെഡിസിന്, ഫർണിച്ചർ, എക്യുപ്മെന്റ്സ്, അതൊക്കെ എന്തിന് സഫിഷ്യന്റ്, അത് മതിയാവുന്നില്ല. എന്തിനു വേണ്ടി? ടു സർവ് ദ പോപ്പുലേഷൻ, നമ്മുടെ പോപ്പുലേഷനെ സർവ് ചെയ്യാനായിട്ട് അത് മതിയാവുന്നില്ല. കമ്പ്യൂട്ടിംഗ് ദ problem, then government spending on healthcare service is not up to the World Health Organization. പഠിച്ചതാണല്ലോ, WHO, World Health Organization. World Health Organization norms of those domestic products in healthcare. എന്താണെന്നറിയോ അവിടെ സംഭവം? ആരോഗ്യ സേവനങ്ങൾക്കായിട്ട് വരുന്ന സർക്കാർ ചെലവഴിക്കുന്ന പൈസ, സർക്കാർ ചെലവ്, ആരോഗ്യ രംഗത്തെ മൊത്തം പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ, ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉൽപാദന രംഗത്തെ WHO-ന്റെ നോംസിനനുസരിച്ചല്ല. WHO-ന്റെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അവിടുത്തെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ സങ്കീർണമാകുന്നു. കമ്പ്യൂട്ടിംഗ് ദ പ്രോബ്ലം, കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സങ്കീർണമാക്കുക. ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നു. എന്താ? ആരോഗ്യ രംഗങ്ങൾക്കായിട്ടുള്ള സർക്കാർ ചെലവ്, ആരോഗ്യ രംഗത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ, WHO-ന്റെ അത് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല എന്നുള്ളതും ഈ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നു. Healthcare service is not up to the World Health Organization norms. WHO-ന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചില്ല, അതും ഈ ഒരു പ്രശ്നത്തെ സങ്കീർണമാക്കുന്നു. Okay,
ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ഇനി നോക്കിയേ, however, എന്നിരുന്നാലും the public sector is not expanding its health service. Private, corporate and other non-profit organizations have started hospital and are providing medical service to the public. എന്നിരുന്നാലും എന്താണ് ഈ പബ്ലിക് സെക്ടർ എന്ത് ചെയ്യുന്നില്ല, പൊതുമേഖല is not expanding its health care service. ആ പബ്ലിക് സെക്ടർ പൊതുമേഖല ആ ഹെൽത്ത് ആരോഗ്യ സേവനങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നിരുന്നാലും പബ്ലിക് സെക്ടർ എന്ത് ചെയ്യുന്നില്ല, ഇറ്റ്സ് നോട്ട് എക്സ്പാൻഡിങ് ഇറ്റ്സ് ഹെൽത്ത് സർവീസ്, എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അവിടെ നോക്കിയേ, പ്രൈവറ്റ്, cooperative and other non-profit organizations have started hospital and are providing medical service to the public. അപ്പൊ എന്ത് വന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലുകള്, പ്രൈവറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾ and other non-profit organization, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങള്, non-profit organization എന്ത് ചെയ്തു, started the hospital, ഹോസ്പിറ്റൽ തുടങ്ങാൻ തുടങ്ങി, and are providing medical service to the public. എന്നിട്ട് എന്ത് ചെയ്തു, പബ്ലിക്കിനെ പൊതുജനങ്ങൾക്കായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ നൽകുകയും ചെയ്തു. Besides, അതിനൊപ്പം the government of India taking additional steps to improvement. അപ്പൊ എന്താ, അപ്പൊ അതിനൊപ്പം എന്ത് ചെയ്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടേക്കിംഗ് അഡീഷണൽ സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള അഡീഷണൽ സ്റ്റെപ്പ് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ is taking additional steps എന്തിനു വേണ്ടി, to improve the health care improve ചെയ്യാനായിട്ട്. Then for example, the government has from time to time appointed various committees to address the widespread problem in healthcare sectors. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, അതിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്തു, ടൈം ടു ടൈം, കാലാകാലങ്ങളിലായിട്ട് ഈ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് വേരിയസ് കമ്മിറ്റി, പല കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്തു to address the widespread problem in healthcare sectors. ഈ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ആരോഗ്യ മേഖലയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, പല കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്തു. ചോദിക്കാട്ടോ, the government has from time to time appointed dash to address the widespread problems in the healthcare sector. പല കമ്മിറ്റികളെ അപ്പോയിന്റ് ചെയ്തു. In addition, it has established a strong commitment to the population control, including the implementation of family planning program, strongest step towards controlling the population. ജനസംഖ്യ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അതിനൊപ്പം തന്നെ കമ്മീഷൻ എന്തുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തു, it has established a strong commitment to the population control. അല്ല, ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ശക്തമായ കുടുംബ ആസൂത്രണ പരിപാടികള് ഉൾപ്പെടെ നടപ്പിലാക്കുന്ന ഉൾപ്പെടെ ജനസംഖ്യയുടെ നിയന്ത്രണത്തിലും ശക്തമായ പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ട്. In addition, it has established a strong commitment to population control. Population control ചെയ്യുന്നതിന്, ജനസംഖ്യയെ കൺട്രോൾ ചെയ്യുന്നതിന്, ഇൻക്ലൂഡിംഗ് എന്തുൾപ്പെടെ the implementation of family planning program, കുടുംബ ആസൂത്രണ പരിപാടികൾ ഉൾപ്പെടെ strongest towards the controlling the population. populationനെ കൺട്രോൾ ചെയ്യാനായിട്ട് നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ശക്തമായ ഒരു കുടുംബ ആസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ ജനസംഖ്യയെ കൺട്രോൾ ചെയ്യാൻ, പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശക്തമായ പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് ആ ഒരു പാരഗ്രാഫ് പറയുന്നത്. നമ്മൾ ഇന്ന് എടുത്തത് ഹെൽത്ത് സെനാരിയോ ആണ്. അതിൽ നിന്നൊന്നും അങ്ങനെ അധികം വൺ വേർഡ്സ് ആയിട്ടേ നമ്മൾ ആ റേഷ്യൂസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അതാണ് ആദ്യത്തെ ഇതിനകത്ത് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Plentiful progress has been attained in the promotion of health in India since independence. Independence ആയപ്പോഴത്തേക്കും ധാരാളം ഹെൽത്ത് കെയറിൽ പുരോഗതികൾ ഉണ്ടായി. പിന്നെ അവിടെ നമുക്ക് ഒന്നുകൂടിയാണ് ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ, അത് ഒന്നുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക.
സ്വതന്ത്രലബ്ധിക്ക് ശേഷം ഇന്ത്യയില് എന്ത് ചെയ്തു? ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ധാരാളം പുരോഗതി കൈവരിച്ചു. ഓക്കെ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി അവിടെ എന്താ പറഞ്ഞത്? സ്മോൾ പോക്സ് ഇല്ലാതായി. ഇനി പിന്നെ കോളറയിൽ നിന്നും മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളിൽ അത് റിലേറ്റഡ് ഡിസീസ് അതൊക്കെ എന്ത് ചെയ്തു? കുറഞ്ഞു, ഡിക്രീസ്ഡ്. പക്ഷെ എന്ത് ചെയ്തു? കോളറയും അതുപോലെയുള്ള ട്യൂബർകുലോസിസ് തുടങ്ങിയ സംഭവങ്ങൾ അപ്പോഴും അവിടെ കുറവല്ല. പക്ഷെ എന്താ? കോളറയിൽ നിന്നൊക്കെ ഉള്ള മരണനിരക്ക് കുറഞ്ഞു. ഓക്കെ, ഇനി അപ്പൊ ആ ഒരു സാഹചര്യത്തില് നമ്മൾ പറഞ്ഞത് എന്താ? കോളറ, ട്യൂബർകുലോസിസ് ഒന്നും കുറവല്ല എന്ന് പറഞ്ഞില്ലേ? ആ ഒരു സാഹചര്യത്തില് സിറ്റുവേഷൻ കൺസേണിങ് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തു? പൊതു ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ളത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, ആരോഗ്യ പ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ്, ഇതെല്ലാം എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാ? കോളറയിൽ നിന്നും ട്യൂബർകുലോസിസ് ഒന്നും കുറവല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ സാഹചര്യങ്ങളില് ഈ കാര്യങ്ങള് പബ്ലിക് സാനിറ്റേഷൻ, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ നീഡ്സ്, ഇതെല്ലാം എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിനൊപ്പം അഡീഷൻ എന്തുകൂടി വന്നു? പോവർട്ടി, ദാരിദ്ര്യം മൂലമുള്ള രോഗങ്ങള്, മാൽ ന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവുള്ള രോഗങ്ങള്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പിന്നെ ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, ക്യാൻസർ ആർ കോസ് ഓഫ്. ഇതെല്ലാം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞേക്കാണ് റോഡ് ട്രാഫിക് ആക്സിഡന്റുകള്, ജെറിയാട്രിക് പ്രോബ്ലംസ്, വയോജന പ്രശ്നങ്ങള്, അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, അത് നോട്ട് AIDS, ഓട്ടോ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഇതെല്ലാനും എന്താ ഉയർന്നിരിക്കുകയാണ് അതിന്റെ ഒപ്പം. അപ്പോ ഇത് എന്താ പറഞ്ഞേക്കണേ? ദ ഹോസ്പിറ്റൽ, ഡിസ്പെൻസറി, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റി നിലവിലുണ്ടെങ്കിലും എന്താണ്? അത് മതിയാവുന്നില്ല. ഇന്ത്യയുടെ സഫീഷ്യന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ആ പോപ്പുലേഷന്റെ ആവശ്യകതകള് അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിലനിർത്താൻ ഈ ഹോസ്പിറ്റലൊന്നും മതിയാവുന്നില്ല. പിന്നെ അവിടെ എന്താ പറഞ്ഞത്? റൂറൽ അക്സസ് ടു ക്വാളിറ്റി മെഡിക്കൽ സർവീസ് ടു ബി റിഫൈൻഡ്, അതായത് നമ്മള് നല്ല ഗുണനിലവാരമുള്ള മെഡിക്കൽ പ്രവേശനം, മെഡിക്കൽ സർവീസിലേക്കുള്ള റൂറൽ അക്സസ്, ഗ്രാമീണ പ്രവേശനം എന്ത് ചെയ്യണം? പരിഷ്കരിക്കണം. പിന്നെ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്? മാൻ പവർ, അല്ലെ? പബ്ലിക് സെക്ടർ ഹോസ്പിറ്റലുകളില് മാൻ പവറിന്റെ കുറവ് അതെന്ത്? ഹെൽത്ത് അതോറിറ്റീസിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. പബ്ലിക് സെക്ടേഴ്സില് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, പൊതുമേഖലയില് എന്താണ്? ആവശ്യത്തിനുള്ള ഡോക്ടർമാര് അത് കുറവ്, അത് നമ്മള് ഹെൽത്ത് അതോറിറ്റീസിനെ ആശങ്കപ്പെടുത്തുന്നു. അതിനുപരിയായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റലില് മെഡിസിൻ ആയിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അതെല്ലാം ആവശ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ പോപ്പുലേഷനെ സർവ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി അത്രയും വരുന്നില്ല, സഫീഷ്യന്റ് അല്ല, അത് മതിയാവുന്നില്ല. ഈ പ്രോബ്ലങ്ങൾക്ക് ഇതൊക്കെ സങ്കീർണമാക്കുക. കമ്പ്യൂട്ടിംഗ് ദ പ്രോബ്ലം ഗവൺമെന്റ് എന്ത് ചെയ്തു? അതെന്താണ്? ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് സർവീസസ് ഈസ് നോട്ട് അപ്പ്. ഇതെന്താണ് ഈ പ്രശ്നത്തെ സങ്കീർണമാക്കാനുള്ള കാര്യം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നോംസിനനുസരിച്ചല്ല. അതാണ് ആരോഗ്യ സേവനങ്ങൾക്കായിട്ടുള്ള ആ സർക്കാർ ചെലവ് ആരോഗ്യ രംഗത്തെ മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നോംസിനനുസരിച്ചല്ല. അതാണ് ആ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നത്. എന്നിരുന്നാലും ഈ WHO അണ്ടർലൈൻ ചെയ്യാം. എന്നിരുന്നാലും എന്താ? പബ്ലിക് സെക്ടർ, പൊതുമേഖല എന്ത് ചെയ്യുന്നില്ല? അവരുടെ ആരോഗ്യ സേവനം എക്സ്പാൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ വരുന്നു private cooperative and other non-profit organization എന്ത് ചെയ്തു? started hospital.
and providing medical service to the public. ജനങ്ങൾക്കായിട്ടുള്ള എന്ത് ചെയ്യാൻ തുടങ്ങി, മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി, അവർ ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ബിസൈഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, അഡീഷണൽ സ്റ്റെപ്പ് ടു ഇംപ്രൂവ്മെന്റ് ഹെൽത്ത് കെയറിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അഡീഷണൽ സ്റ്റെപ്സുകൾ നടപ്പിലാക്കി. എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ ആണ് ഗവൺമെന്റ് ഹാസ് from time to time appoint various committee, അത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു, പല കമ്മിറ്റികളെ രൂപപ്പെടുത്തി. ഇതിനു വേണ്ടി ടു അഡ്രസ് ദ വൈഡ് പ്രോബ്ലം ഇൻ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്. ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, ആരോഗ്യ മേഖലയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കമ്മിറ്റികളെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, it has established a strong commitment to the population control, including the implementation of family planning program strongest towards the controlling the population. ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള കുടുംബ ആസൂത്രണ പരിപാടികൾ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ ജനസംഖ്യാ നിയന്ത്രണത്തിന് ഇത് വന്നിട്ടുണ്ട്, ശക്തമായ ഒരു പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിന് ഏറ്റവും ശക്തമായ ഒരു പ്രതിബദ്ധത സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഒന്ന് വായിച്ചു വെക്കാട്ടോ, പാടൊന്നും അതിൽ വരാനില്ല, എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്നുള്ളത് നോക്കാം. ഇനി ഇവിടെ നോക്കിയാടുന്നത് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ, ഇനി നമ്മൾ ഇതിലേക്ക് വരികയാണ്. പല തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ. There are an extensive variety of classification available in case of hospitals. നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തില് പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. എക്സ്റ്റെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, വിപുലമായ. There are an extensive variety of classification available in case of hospital. ഹോസ്പിറ്റലിന്റെ കാര്യത്തില് നല്ല വിപുലമായിട്ടുള്ള വർഗീകരണങ്ങൾ ലഭ്യമാണ്. Every classification has a strong base. ഓരോ ക്ലാസിഫിക്കേഷൻ എന്തുണ്ട്, ഒരു ശക്തമായ ബേസ് ഉണ്ട്. Every classification has a strong base. ഓരോ ക്ലാസിഫിക്കേഷനും ശക്തമായ ഒരു ബേസ് ഉണ്ട്. The major classification of hospitals are listed below. ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. The main classification are ഏതൊക്കെയാണ്, ഇങ്ങനെ രണ്ട് എക്സാമ്പിൾ ചോദിക്കും കേട്ടോ. On the basis of service provided, the hospitals are classified into dash. ഉണ്ടോ, അങ്ങനെ ചോദിക്കാം. ഏതിനാ, അപ്പൊ അതും കൂടി നോക്കാം. ആ സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടില്ലേ, അത് മെയിൻ ആയിട്ട് നോക്കാം. നമുക്ക് നൽകുന്ന സർവീസ്, നൽകിയിരിക്കുന്ന നമുക്ക് നൽകുന്ന സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ, on the basis of service provided, നമുക്ക് നൽകിയിരിക്കുന്ന ആ സേവനത്തിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഹോസ്പിറ്റലിനെ രണ്ടായി തിരിക്കാം. ഏതൊക്കെയാന്ന് നോക്കിയേ, ജനറൽ ഹോസ്പിറ്റലുകളും സ്പെഷ്യൽ ഹോസ്പിറ്റലുകളും. ഇവിടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ പേരുകൾ മാത്രമേ ഞാൻ പറയണുള്ളൂ, അതിന്റെ താഴെ ഇവിടെ ഡീറ്റെയിൽ വരുന്നുണ്ട്. ജനറൽ ഹോസ്പിറ്റലുകളെ കുറിച്ചും സ്പെഷ്യൽ ഹോസ്പിറ്റലൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഓരോന്നും ഡീറ്റെയിൽ അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. എന്തിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് നൽകുന്ന സർവീസ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ജനറൽ ഹോസ്പിറ്റലുകളും സ്പെഷ്യൽ ഹോസ്പിറ്റലുകളും. കിട്ടിയോ? മാറിപ്പോരുത്, ഓരോന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് നൽകുന്ന സർവീസ്, ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസ് അതിന് ബേസ് ആണ്. സർവീസിനെ ബേസ് ചെയ്തിട്ട് ജനറൽ ഹോസ്പിറ്റലുകളിൽ നിന്നും സ്പെഷ്യൽ ഹോസ്പിറ്റലുകളിൽ നിന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കി, ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ്, മണിപ്പൂരി ഹോസ്പിറ്റലിന്റെ വലിപ്പം, നമ്പർ ഓഫ് ബെഡ്സ് അതിനെ ബേസ് ചെയ്തിട്ട്, സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ് അതിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലുകളെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയേ, regional hospital or teaching hospital, regional hospital or teaching hospital, then rural hospital, district hospital.
മൂന്നെണ്ണം കണ്ടോ? ഏതൊക്കെയാ? റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥത. ആരുടെയാണ്? ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ നമുക്ക് നാലാക്കി തിരിക്കാം. ഏതൊക്കെയാ? പബ്ലിക് ഹോസ്പിറ്റൽ, പബ്ലിക് ഹോസ്പിറ്റൽ, പബ്ലിക് ഹോസ്പിറ്റൽ. അതിന് മുന്നേ ഉള്ളതൊന്ന് നോക്കി. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ്, റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ചെയ്തോ. ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽ, റീജിയണൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശിക ആശുപത്രി. അതൊന്ന് എഴുതി വെച്ചോണ്ട് അവിടെ. പ്രാദേശിക ആശുപത്രി. റൂറൽ ഹോസ്പിറ്റലോ? റൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണ ആശുപത്രി, ഗ്രാമീണ ആശുപത്രി. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഇതെന്താ? ജില്ലാ ആശുപത്രി. മലയാളം പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് എന്നോട് പറഞ്ഞതാട്ടോ. പ്രാദേശിക ആശുപത്രി, ഗ്രാമീണ ആശുപത്രി, ജില്ലാ ആശുപത്രി. ക്ലിയർ അല്ലേ? സൈസിനെ അടിസ്ഥാനമാക്കി മൂന്നെണ്ണം. പ്രാദേശിക ആശുപത്രി, ഗ്രാമീണ ആശുപത്രി, ജില്ലാ ആശുപത്രി. ഓക്കെ. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഇനി നോക്കിയ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലുകളെ നാലാക്കി തിരിക്കാം. ഏതൊക്കെയാ? പബ്ലിക് ഹോസ്പിറ്റൽ, പബ്ലിക് പറഞ്ഞ പൊതു ആശുപത്രി, പബ്ലിക് ഹോസ്പിറ്റൽ. രണ്ടാമത് നോക്കിയേ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ, സ്വകാര്യ ആശുപത്രി, സ്വകാര്യ ആശുപത്രി. അടുത്തതാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. എന്താ? സഹകരണ ആശുപത്രി, കോപ്പറേറ്റീവ്, സഹകരണ ആശുപത്രി, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, സഹകരണ ആശുപത്രി, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, സഹകരണ ആശുപത്രി. അടുത്ത നോക്കിയേ, നാലാമത്തെ എന്താ? ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO, NGO നടത്തുന്ന ഹോസ്പിറ്റൽ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ മെസ്സേജ് അയച്ചു. എക്സ്പാൻഡഡ് ഫോം NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, NGO നടത്തുന്ന ഹോസ്പിറ്റൽ. ഇനി അടുത്ത നോക്കി, അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കി. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റേ, ഡ്യൂറേഷൻ അനുസരിച്ച്, താമസ കാലാവധിയുടെ അടിസ്ഥാനത്തിൽ ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റേ അനുസരിച്ച് ഹോസ്പിറ്റലുകളെ വീണ്ടും രണ്ടായി തിരിക്കാം. ഏതൊക്കെയാ? ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ, ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ. ഇത് തെറ്റിപ്പോകില്ല അല്ലെ? Duration of the stay. On the basis of duration of the stay, hospitals are classified into dash. Long duration hospitals, short duration hospitals. Then, on the basis of system of medicine. On the basis of system of medicine. നമ്മുടെ സിസ്റ്റം ഓഫ് മെഡിസിൻ, നമ്മുടെ ചികിത്സയുടെ ഇത് വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സിസ്റ്റം ഓഫ് മെഡിസിൻ നമുക്ക് ഹോസ്പിറ്റലുകളെ എത്രയായി തിരിക്കാം? രണ്ടായി തിരിക്കാം. അലോപ്പതിക് ഹോസ്പിറ്റൽസും ആയുഷ് ഹോസ്പിറ്റൽസും. അലോപ്പതിക് ഹോസ്പിറ്റൽസും ആയുഷ് ഹോസ്പിറ്റൽസും. അലോപ്പതി എന്ന് പറഞ്ഞാൽ എന്താ? മോഡേൺ മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ? അലോപ്പതിക് ഹോസ്പിറ്റൽസ്. ഓക്കെ, മോഡേൺ. Then ആയുഷ് ഹോസ്പിറ്റൽ, നമ്മൾ ആയുഷ് ഹോസ്പിറ്റലിൽ ഓരോ ലെറ്റേഴ്സും ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്? HL, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഓക്കെ, വെരി ഗുഡ്. ആയുഷ് ഹോസ്പിറ്റൽ. അപ്പൊ നോക്കാം, സിസ്റ്റം ഓഫ് മെഡിസിൻ നമുക്ക് വൈദ്യശാസ്ത്ര വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ അലോപ്പതിക് ഹോസ്പിറ്റൽ എന്നും ആയുഷ് ഹോസ്പിറ്റൽ എന്നും തിരിക്കാം. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കാറുണ്ട്. ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും കേട്ടോ ചോദിക്കാറുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഏതിനെങ്കിലും ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് അത് ഡീറ്റെയിലേക്ക് പോകുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, നമുക്ക് നൽകിയിട്ടുള്ള സർവീസിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലുകളെ നമുക്ക്
രണ്ടായി തിരിക്കാന്ന് പറഞ്ഞു. സർവീസിന്റെ അടിസ്ഥാനമാക്കി general hospital, special hospital. Okay, a hospital offers a galaxy of services to the end users. Galaxy എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. ഒരു കൂട്ടം സർവീസുകള് കസ്റ്റമർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആരാ? പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റ്. കസ്റ്റമർ ആരാ? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാ? പേഷ്യൻസ് അല്ലെ? ഹോസ്പിറ്റല് ഒരു കൂട്ടം സർവീസുകള് ആർക്ക്? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. A hospital offers a dash of services to the end consumer. അല്ലെങ്കിൽ hospital offers galaxy of services to dash ആർക്ക്? end customer. All the services may not be applicable in every hospital. അല്ലെ? എല്ലാ സർവീസും എല്ലാ ഹോസ്പിറ്റലിനും ബാധകമായേക്കില്ല. ശരിയല്ലേ? ചില ഹോസ്പിറ്റലിൽ ചില ഇത് ഉണ്ടാവില്ലല്ലോ അല്ലെ? അതായത് എല്ലാ സർവീസും എല്ലാ ഹോസ്പിറ്റലിനും ബാധകമായിട്ടുണ്ടാവില്ല, ബാധകമാകില്ല. അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ സർവീസും കിട്ടണമെന്ന് നിർബന്ധമില്ല അല്ലെ? ചിലപ്പോ അവിടെ അതിന്റെ ഇതില്ല, നമ്മളോട് വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ സർവീസും അത് അങ്ങനെ വരില്ല, ബാധകമായേക്കാറില്ല. The quality makes it easier to visit different hospital. ഈ ക്വാളിറ്റി ആണ്. This quality make easier. ഇത് എളുപ്പമാക്കുന്നു എന്ത്? To visit the different hospital. ഈ ക്വാളിറ്റി അപ്പൊ അതായത് എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ സർവീസും കിട്ടില്ല. ആ ഒരു ക്വാളിറ്റി എന്താക്കുന്നു? ഈസിയർ ആക്കുന്നു, എളുപ്പമാക്കുന്നു. എന്തിന്? To visit the different hospital. പല ഹോസ്പിറ്റലുകളെ സന്ദർശിക്കാവുന്നത് എളുപ്പമാക്കുന്നു. On the basis of service provided, the hospitals are classified into two. അത് അണ്ടർലൈൻ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്. ഇവിടെ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്തത്. On the basis of service provided, hospitals are classified into two: general hospitals, special hospitals. General hospital, special hospital. ഇനി നോക്കിയേ, general hospital. മെഡിക്കൽ കോളേജ് ഒക്കെ എക്സാമ്പിൾ ആട്ടോ ജനറൽ ഹോസ്പിറ്റൽ. There are type of hospital where the different specialized services are provided to both the adults and the children under the same roof. Underline ചെയ്തേ, roof വരെ same roof. അതായത് നമുക്ക് ഇവിടെ എന്താ? These are the type of hospital. ഈ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആ തരം ഹോസ്പിറ്റലുകളിൽ എന്താ? പല സ്പെഷ്യലൈസ്ഡ് സർവീസസ്, പല സ്പെഷ്യൽ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്ക്? both adult and children അല്ലെ? both പ്രായമായവർക്കും കുട്ടികൾക്കും. എങ്ങനെ? under the same roof, ഒറ്റ റൂഫിന്റെ കീഴിൽ. അതായത് ഒരു ഹോസ്പിറ്റലില് പലതരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഇത് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ഏതാ? മെഡിക്കൽ ആയിട്ടുള്ളത്, സർജറി കാര്യങ്ങൾ, സർജിക്കൽ, പീഡിയാട്രിക്. എന്താണ് പീഡിയാട്രിക്? ശിശുരോഗങ്ങൾ അല്ലെ? ശിശുരോഗ ചികിത്സാ വിഭാഗം. കാർഡിയോളജി, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഡെർമറ്റോളജി, എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ഡെർമറ്റോളജി ആ ഡിപ്പാർട്ട്മെന്റ് ഇതുമായിട്ട്? സ്കിന്ന്. ഓക്കെ, സ്കിന്ന്. ഓർത്തോപീഡിയാട്രിക്, ഇതാണ് നമ്മുടെ ബോൺസ്, മസിൽസ് ഒക്കെ അല്ലെ? ഓർത്തോപീഡിയാട്രിക്. ആൻഡ് ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി എന്താ? കണ്ണ്, ഐഡിയ ആണ് അല്ലെ? കണ്ണിന്റെ സെക്ഷൻ ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള എല്ലാരും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറ്റ റൂഫിൽ കിട്ടുന്നു. അതാണ് ജനറൽ ഹോസ്പിറ്റൽ. നമ്മുടെ പല സ്പെഷ്യലൈസ്ഡ് പ്രത്യേകമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ബോത്ത് അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ. അതെല്ലാം സെയിം റൂഫിൽ കിട്ടുകയാണെങ്കിൽ അണ്ടർ സെയിം റൂഫ് കിട്ടുന്നു. ഇൻക്ലൂഡിങ് ഏതൊക്കെ ഉൾപ്പെടെ? മെഡിക്കൽ ആയിട്ടുള്ളത്, മെഡിക്കൽ, സർജറി, പീഡിയാട്രിക്, കാർഡിയോളജി, ഹെപ്പറ്റോളജി, ഓർത്തോപീഡിയാട്രിക് ആൻഡ് ഒഫ്താൽമോളജി. ക്ലിയർ ആയോ? നോക്കിയേ. അണ്ടർലൈൻ ചെയ്യാനാണോ?
അതിനകത്ത് dash type of hospital. In which of the following hospital where the different specialized services are provided to both the adult and children under the same roof. ആ same roof വരെയും underline ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സെയിം റൂഫ് വരെയും അതാണ് സ്പെഷ്യൽ സർവീസുകൾ ഏതൊക്കെയാണെന്നാണ് ആ കൊടുത്തേക്കുന്നത്. മെഡിക്കൽ ആയിട്ടുള്ളത്, സർജറി സംബന്ധമായിട്ടുള്ള ചികിത്സ സംബന്ധമായിട്ടുള്ള സർജറി, പീഡിയാട്രിക്, കാർഡിയോളജി, ഡെർമറ്റോളജി, ഓർത്തോപീഡിയാട്രിക്, ഒഫ്താൽമോളജി എന്നിങ്ങനെ പല സർവീസുകൾ ഉൾപ്പെടെ ഇതെല്ലാം ഒറ്റ റൂഫിൽ കിട്ടും. അടുത്തതാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. Special hospital നോക്കിയേ, these hospitals deals with a specific category of disease. Underline ചെയ്തേ, ആ പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങൾ മാത്രം. അതാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഫോർ എക്സാമ്പിൾ ഐ ഹോസ്പിറ്റൽ. ഐ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ വേറെ കാർഡിയോളജിയിൽ കാണാൻ പറ്റുമോ? അത് സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. ഐയുടെ മാത്രമേ ഉള്ളൂ അല്ലേ? അതാണ് ശ്രദ്ധിക്കുക. ഐ ഹോസ്പിറ്റൽസ് അത് സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. ഐയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളുള്ളൂ. നമ്മൾ അങ്ങനെ പോകാറില്ലേ? ഇല്ലേ? നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉള്ളത് ഭയങ്കര ഒരു ഇതല്ലേ? നമുക്ക് അതില് മാത്രം സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ അത്ര കൂടുതൽ കുറച്ചും കൂടി നമുക്ക് എന്താ എല്ലാം നോക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നാക്കായും നമുക്ക് അതിന് മാത്രമുള്ള സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും അല്ലേ അവിടെ? അത് മാത്രമല്ലേ ഉള്ളൂ, അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ പലതിനും അത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ടല്ലോ. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ചില ഹോസ്പിറ്റലിലും കണ്ണിന്റെ സെക്ഷൻ ഉണ്ടാവാം. പക്ഷെ കണ്ണിന്റെ ഹോസ്പിറ്റലുകൾ മാത്രമല്ലേ, ഐ ഹോസ്പിറ്റൽസ് മാത്രമല്ലേ, അവിടെ വേറെ ഒന്നും ഉണ്ടാവില്ലേ? അത് മാത്രം. ഹോസ്പിറ്റൽ ഓഫ് കാർഡിയാക് ഡിസീസ്, ENT ഹോസ്പിറ്റൽ, എക്സെട്ര, ഇതൊക്കെ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. അപ്പൊ ഇവിടെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. ഒന്നാമത്തെ അതാണ് which of the following hospital deals with a specific category of disease. ചോദിക്കാലോ. അപ്പൊ നമ്മൾ ഏത് എഴുതാം? സ്പെസിഫിക് കാറ്റഗറി നോക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാം സ്പെഷ്യൽ ഹോസ്പിറ്റൽ ആണ്. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐ ഹോസ്പിറ്റൽ, cardiac hospital of cardiac disease, ENT hospitals are the examples of dash hospital. ഇതെല്ലാം ഏത് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്? ഏത് ഹോസ്പിറ്റലിനാ? സ്പെഷ്യൽ ഹോസ്പിറ്റൽ. സ്പെഷ്യൽ ഹോസ്പിറ്റലിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്, കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി അപ്പൊ ഒന്നാമത്തെ നമ്മുടെ കഴിഞ്ഞു. ഒന്നാമത്തെ നമ്മള് ഏതൊക്കെയാണ്? ബേസിസ് ഓഫ് സർക്കിൾ. ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ജനറൽ ഹോസ്പിറ്റൽ പറഞ്ഞു, സ്പെഷ്യൽ ഹോസ്പിറ്റൽ പറഞ്ഞു. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? 2 പറഞ്ഞേല് കറക്റ്റ് ആക്കി വെക്കണം, അണ്ടർലൈൻ ചെയ്ത് കൃത്യമായിട്ട് വെക്കാം. ഓക്കെ, ഇനി ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ്, വലിപ്പം അല്ലെങ്കിൽ ബെഡിന്റെ എണ്ണം, അതനുസരിച്ച് ഹോസ്പിറ്റലുകളെ നമുക്ക് എത്രയായിരിക്കാം? ഏതൊക്കെയാ? റീജിയണൽ ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ, പ്രാദേശിക ആശുപത്രി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി, റൂറൽ ഹോസ്പിറ്റലുകൾ. അങ്ങനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. Okay. A hospital should have an enough number of beds to accommodate their inpatient, and you should have enough space to accommodate the patients and the staff as mentioned in the rules. Hospital rule ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിനുള്ള എണ്ണം ബെഡ് ഉണ്ടായിരിക്കണം. അവർ ഇൻപേഷ്യന്റ്, അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് ബെഡ് വേണ്ടേ? അല്ലെ? അവിടെ ഇൻപേഷ്യൻസിന് ആവശ്യത്തിനുള്ള അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് നമ്പർ ഓഫ് ബെഡ് ഉണ്ടായിരിക്കണം. അതുപോലെ ആവശ്യത്തിന് സ്ഥലവും വേണം. accommodate the patients and the staff mentioned in the rule. അതാണ് ആ റൂൾ പറയുന്നത്. റൂൾ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിനുള്ള ബെഡ്, പേഷ്യൻസിന് സ്റ്റാഫിന് ഒക്കെ ഉള്ള ആവശ്യത്തിനുള്ള സ്പേസും വേണം. According to the size of number of beds, hospital is classified into 3.
അത് ഏതൊക്കെയാണ്? റീജിയണൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ. ഇനി റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ. Regional or teaching hospital. These hospitals have more than 500 beds. These hospitals have more than 500 beds. Question out in the which of the following hospital consists of more than 500 beds? അഞ്ഞൂറിലധികം, more than 500. അഞ്ഞൂറിലധികം ബെഡുകളുള്ള ഹോസ്പിറ്റലുകളാണ് ഇത് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. റീജിയണൽ ഹോസ്പിറ്റൽ. ഇനി 500 എബോ, more than 500 അങ്ങനെ ചെയ്തോട്ടോ. അങ്ങനെ they are attached to medical college and have all type of specialties and subspecialties. For example, radiotherapy, neurosurgery. അതായത് ഇവിടെ they attached to the medical college. ഏതുമായിട്ട്? അവ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ എല്ലാ തരത്തിലുള്ള all type of specialties and subspecialties ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഫോർ എക്സാമ്പിൾ റേഡിയോതെറാപ്പി, ന്യൂറോസർജറി തുടങ്ങിയ പല തരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് അത് ഉള്ള ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടതാണ് ഇത് മെഡിക്കൽ കോളേജ് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Examples of these hospitals, these type of hospitals are Ahilya Hospital, Amrita Institute of Medical College. അത് രണ്ടും എക്സാമ്പിൾ നോട്ട് ചെയ്യുക. അതായത് ഇവിടെ ഒന്നിലധികം ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശത്ത് സേവനം നൽകുന്നു. നമുക്ക് ജില്ലാ തലത്തിൽ ലഭ്യമല്ലാത്ത ചികിത്സകളൊക്കെ നമുക്ക് ഇവിടെ ഇതിനകത്ത് വരും. കുറച്ചും കൂടി സാങ്കേതിക നൂതനമായിട്ടുള്ള ടെക്നോളജി വൈദ്യ സഹായം നമുക്ക് ഇവിടെ വാഗ്ദാനം ചെയ്യും. കുറച്ചുകൂടി വലുതാണ് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മെഡിക്കൽ കോളേജ് എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവും. മെഡിക്കൽ കോളേജുകളൊക്കെ ഒന്നിലധികം ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശത്ത് സേവനം ചെയ്യുന്നതാണ് റീജിയണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കാം, 500ലധികം ബെഡുകളുണ്ട്. ഹോസ്പിറ്റൽസ് ഹാവ് മോർ ദാൻ 500 ബെഡ്സ്. 500ലധികം ബെഡുകളുണ്ട്. ഇനി ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ ആ എക്സാമ്പിൾ തന്നെ എഴുതാട്ടെ. നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ അഹല്യ ഹോസ്പിറ്റൽ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ഹോസ്പിറ്റൽസ്. ഇതാ റീജിയണൽ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിളും കൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കുക. റീജിയണൽ ഹോസ്പിറ്റൽ അപ്പൊ അത് എങ്ങനെയാ? ഒന്നിലധികം ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രദേശത്ത് സേവനം നൽകും. നമുക്ക് ജില്ലാ തലത്തിൽ, ഡിസ്ട്രിക്ട് ലെവലില്, ജില്ലാ തലത്തില് നമുക്ക് ലഭ്യമല്ലാത്ത പല ചികിത്സകളും ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് എന്തുണ്ടാ? അത് മെഡിക്കൽ കോളേജുമായിട്ട് അറ്റാച്ച്ഡ് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റീസ് ഒക്കെ, അതായത് റേഡിയോതെറാപ്പി, ന്യൂറോസർജറി തുടങ്ങിയ അങ്ങനെയുള്ള സ്പെഷ്യൽ സർവീസുകളും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ഇനി ഒരെണ്ണം അടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, ജില്ലാ ആശുപത്രിയാണ്. അപ്പൊ അതെങ്ങനെയാ? ഒരു പ്രത്യേക ജില്ലയിൽ അല്ലെ, പ്രത്യേക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ജില്ലയ്ക്ക് സേവനം നൽകുന്നതാണ്. ആ ജില്ലയ്ക്ക് നമുക്ക് എല്ലാവർക്കുടെയും നമ്മൾ താമസിക്കുന്ന ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഇല്ലേ, ജില്ലാ ആശുപത്രികള്. ജില്ലയ്ക്ക് സേവനം നൽകുന്നതാണ് ഏത്? ഒരു ജില്ലകൾക്ക്, നമ്മുടെ ജില്ലയ്ക്ക് സേവനം നൽകുന്ന ഒരു പ്രാഥമിക ആരോഗ്യ ഇതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Provide about 15 specialties. 15 അധികം. Provide about 15 വരെ സ്പെഷ്യാലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, സർജറി, ഗൈനക്കോളജി, ENT, IVF, അനസ്തീഷ്യ, ഡെർമറ്റോളജി ആൻഡ് ഹാവ് എ റേഞ്ച് ഓഫ് ബെഡ്സ്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ബെഡ് റേഞ്ച് എത്ര വരെ വരും? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എത്ര വരെ ഉള്ളൂ?
100 മുതൽ 500 വരെ ബെഡ് കപ്പാസിറ്റി ഉള്ളൂ. അങ്ങനെ ചോദിക്കാം കേട്ടോ. 100 മുതൽ 500, 100 to 500 ബെഡ് ആണ് ആ റേഞ്ച് വരുന്നത്. ആൻഡ് ഹാവ് എ റേഞ്ച് ഓഫ് ബെഡ്സ് ഫ്രം 100 to 500. 500 മുതൽ 500 വരെ ബെഡ്സ്. മിസ്റ്റേക്ക് ഉണ്ടോ? 1000 അല്ല കേട്ടോ, 100 ആണ് കേട്ടോ. 100 to 500 ആണ്. ഇതൊന്ന് ക്ലിയർ ചെയ്തേ. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ്. അപ്പൊ നിങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാകും അങ്ങനെയുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. അവിടെ ബെഡ് കപ്പാസിറ്റി 100 മുതൽ 500 വരെ, 1000 അല്ല, 100 to 500 വരെയാണ് ബെഡ് കപ്പാസിറ്റി. എന്നാൽ റൂറൽ നമ്മള് ആ റീജിയണൽ ഹോസ്പിറ്റൽ ആണെങ്കിലോ, റീജിയണൽ ഹോസ്പിറ്റൽ എത്രയാ പറഞ്ഞേക്കാം നമ്മള് ബെഡ് കപ്പാസിറ്റി മോർ ദാൻ 500. അത് വെച്ച് നിങ്ങൾ നോക്കാം കേട്ടോ. 500 കൂടുതലാണെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റൽ, 100നും 500നും ഇടയിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഇനി അടുത്ത് നോക്കിയോ ഒരെണ്ണം കൂടി നമുക്ക് പറയാം, റൂറൽ ഹോസ്പിറ്റൽ. അവിടെ ബെഡ് കപ്പാസിറ്റി നോക്കിയേ, നമ്മുടെ ഗ്രാമീണ ആശുപത്രിയാണ് റൂറൽ ഹോസ്പിറ്റൽ. It has a capacity of 20 to 100 bed. അത്രയും കപ്പാസിറ്റി ഉള്ളു അവിടെ, അത്രയും പേർക്കേണ്ട അവിടെ പറ്റുള്ളൂ. 20 മുതൽ 100 ബെഡ്സ് വരെയുമാണ് അവിടെ ബെഡിന്റെ കപ്പാസിറ്റി. It provides medical surgical care only. മെഡിക്കൽ സർജിക്കൽ ചികിത്സകൾ മാത്രമേ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഗ്രാമീണ മേഖലയിലെ കമ്മ്യൂണിറ്റിക്ക് സേവനം നൽകുന്ന ഹോസ്പിറ്റലാണ്. നമ്മുടെ ഗ്രാമീണ മേഖലയിലെ അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് സേവനം നൽകുന്ന ഹോസ്പിറ്റലാണ് റൂറൽ ഹോസ്പിറ്റൽ, ഗ്രാമീണ ആശുപത്രി. ആ ബെഡിന്റെ കപ്പാസിറ്റി നോക്കാം 20 to 100 ബെഡ്സ് വരെയാണ്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഭാരത് റൂറൽ ഹോസ്പിറ്റൽ ഉണ്ട്. നിങ്ങളുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും നിങ്ങളുടെ ഓരോ പ്രദേശത്തും ഉണ്ടാവും റൂറൽ ഹോസ്പിറ്റലുകൾ. നമ്മുടെ തൊട്ടടുത്തുള്ളതാണ് ഞാൻ പറഞ്ഞ ഭാരത് റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ഉണ്ട്, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം, അങ്ങനെ ഓരോ റീജിയണൽ ഹോസ്പിറ്റൽ. അപ്പൊ അങ്ങനെ 3 ആ ബെഡ് കപ്പാസിറ്റി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. 500 കൂടുതലാണെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റൽ, 100 മുതൽ 500 വരെയും അതിനിടയിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഇനി 20നും 100നും ഇടയിലാണെങ്കിൽ 20 to 100 ബെഡ്സ് ആണെങ്കിൽ അത് റൂറൽ ഹോസ്പിറ്റലുകളുമാണ്. ക്ലിയർ ആയില്ല എത്ര എടുത്തത്? ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യൽ ഹോസ്പിറ്റലും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സൈസ് ആയിരുന്നു. സൈസ് വലിപ്പം അനുസരിച്ച് നമ്പർ ഓഫ് ബെഡ്സ് അനുസരിച്ച് നമ്മൾ 3ആയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. റീജിയണൽ, ഡിസ്ട്രിക്ട്, റൂറൽ. ഓക്കെ, ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം.